ജംബോ, പോട്ട്ലാക്ക തുടങ്ങി കേട്ടു പരിചയിച്ചതും അല്ലാത്തതുമായ 270-ൽ പരം 10 മണിപ്പൂക്കൾ വീട്ടുമുറ്റത്തും വഴിയരികിലും വീടിനോട് ചേർന്ന 16 സെന്റ് സ്ഥലത്തും മുളങ്ങാട്ടുപറമ്പിൽ ദിനേശ് കൃഷി ചെയ്തു. മഞ്ഞ, പീച്ച്, ഓറഞ്ച്, ചുവപ്പ്, വയലറ്റ്, റോസ്, പിങ്ക് എന്നിങ്ങനെ എത്ര കണ്ടാലും മതിവരാത്ത 80-ലധികം നിറങ്ങൾ. 10 മണിക്കൊപ്പം വരിയും നിരയുമായി 4 മണിയും 8 മണിയും കാഴ്ചക്കാർക്ക് വിസ്മയം തീർക്കാനായി പൂന്തോട്ടത്തിലുണ്ട്. കഴിഞ്ഞ 3 വർഷമായി പൂക്കൃഷിയിൽ സജീവമാണ് ദിനേശ്. വെറൈറ്റി ഒരു 270 ഉണ്ട്. ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി അതിന്റെ പുതിയ പ്ലാന്റ്സ് വരാനുണ്ട്. അത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റ് ചെയ്തിട്ട് ഒരു 25 ദിവസം കൊണ്ട് നമുക്ക് ഫ്ലവർ ആയിട്ടുണ്ട്. സെയിൽ ചെയ്യാൻ പറ്റും. അത് വളത്തിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. വൈകിട്ട് മാത്രം നമ്മൾ വെള്ളം ഒഴിക്കും. വൈകിട്ട് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. സുഹൃത്തിന്റെ വീട്ടിലെ 10 മണിപ്പൂ കൃഷി കണ്ടതോടെയാണ് പൂക്കൃഷിയിൽ ആകൃഷ്ടനാകുന്നത്. ആദ്യം കുറച്ചു സ്ഥലത്ത് നട്ട ചെടിത്തണ്ടുകൾ മികച്ച പരിചരണം ലഭിച്ചതോടെ പൂവിടാൻ തുടങ്ങി. അതോടെ ദിനേശിന്റെ ആത്മവിശ്വാസവും വർദ്ധിച്ചു. 10 മണിപ്പൂക്കൾക്ക് മികച്ച വിപണന സാധ്യതയുണ്ടെന്നറിഞ്ഞ ദിനേശ് കൃഷിയെക്കുറിച്ച് വിദഗ്ധോപദേശവും തേടി. തിരുവനന്തപുരത്ത് നിന്നാണ് സ്വദേശിയും വിദേശിയുമായ കൂടുതൽ ഇനങ്ങൾ സ്വന്തമാക്കിയത്. വീടിനോട് ചേർന്ന സുഹൃത്തിന്റെ സ്ഥലത്തുകൂടി പൂക്കൃഷി തുടങ്ങിയതോടെ ചെടികൾക്കായി ആവശ്യക്കാരുമേറി. ദേശീയ പാതയോരമായതിനാൽ വാഹനയാത്രികർ ഉൾപ്പെടെ 10 മണിപ്പൂ കാഴ്ച കാണാൻ ദിനംപ്രതി നിരവധി പേരാണ് എത്തുന്നതെന്ന് ദിനേശ് പറയുന്നു. 5 തണ്ടിന് 10 രൂപ നിരക്കിലാണ് വിൽപ്പന. മുറ്റം അലങ്കരിക്കുന്നതിനും മികച്ച വരുമാനത്തിനും 10 മണിപ്പൂ കൃഷി അനുയോജ്യമാണെന്നാണ് ഈ യുവാവിന്റെ സാക്ഷ്യം. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. ലിഷോയുടെ കൂടെ. ഗുഡ് മോർണിംഗ് ലിഷോയ്. അതിമനോഹരമായ കാഴ്ചയാണ്. എന്തിനാണ് ട്യൂലിപ്പ് പൂക്കൾ അന്വേഷിച്ച് നമ്മൾ മറ്റു പല നാട്ടിലേക്കും പോകുന്നത് എന്ന് തോന്നിപ്പോകുന്നു. ഗുഡ് മോർണിംഗ്. തീർച്ചയായും അതായത് ഈ 10 മണിയൊക്കെ ഇങ്ങനെ വളർത്താമെന്നും ഇത്തരത്തിലൊരു വിപണന സാധ്യത ഉണ്ടെന്നൊക്കെ പലർക്കും അറിയില്ല. ഞാനും ആദ്യമായിട്ട് ഇപ്പോഴാണ് ഈ ഒരു സ്റ്റോറി കണ്ട സമയത്താണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ഒരു വിപണന സാധ്യത ഇത്രയധികം ഒക്കെ നട്ട് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. കൂടാതെ ഇത്രയധികം വെറൈറ്റി ഉണ്ട് എന്നുള്ള കാര്യവും ആദ്യമായാണ് അറിയുന്നത്. കാരണം 200-ലേറെ വെറൈറ്റി എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊരു അതിഗംഭീരമായൊരു കൃഷി തന്നെയാണ്. കാരണം കൂടാതെ ഈ കൃഷി നടത്തുന്നത് ദേശീയപാതയോരത്താണ്. അതുകൊണ്ട് അതിലൂടെ പോകുന്ന ഒരുപാട് ആളുകൾ അവിടെ എത്തി ഇത് കണ്ട് അതിൽ നിന്ന് ഈ തണ്ടൊക്കെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നെ അധികം വെള്ളമൊന്നും വേണ്ട. കൂടാതെ ഈ എത്ര നല്ല വെയിലാണെങ്കിലാണ് ഇതിൽ ഏറ്റവും മനോഹരമായ പൂക്കൾ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്നുള്ളതൊന്നും അത്ര വലിയ പ്രശ്നമുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അവിടെ എത്തുന്നവർക്ക് ഈ ഒരു 10 മണിത്തോട്ടം സമ്മാനിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് കൃഷികളുമെല്ലാം തന്നെ ഇദ്ദേഹത്തിനുണ്ട്. എന്തായാലും അതെല്ലാം തന്നെ വളരെ മനോഹരമായി പരിപാലിക്കുന്നു. അതിൻ്റെ ഒരു വിപണന സാധ്യത കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പല കൃഷികളും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാത്തൊരു സ്ഥിതിയുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ കർഷകൻ. തീർച്ചയായിട്ടും ലിഷോയ്.